കേരളത്തിന്റെ ഐശ്വര്യമെന്ന് AKG സെന്ററിൽ വേണമെങ്കിൽ പോസ്റ്റർ വെക്കാം. ഈ ED നോട്ടീസിനോടുകൂടി കിഫ്ബി വഴി കേരളത്തിൽ ഇടത് സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ചർച്ചയാവുകയാണ്. നമുക്ക് മസാല ബോണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കിയാലോ? ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവന്നു ഈ കിഫ്ബിയിലൂടെ അല്ലെങ്കിൽ മസാല ബോണ്ടിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് എന്നാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. ആദ്യം പൊതുമരാമത്ത് പ്രവർത്തികൾ, അതായത് നമ്മുടെ റോഡ് നിർമ്മാണത്തിൽ, അതായത് പൊതുമരാമത്ത് വകുപ്പിന് 151 പദ്ധതികളാണ്. അതിന് മാത്രമായി 761 കോടി രൂപയാണ് ചെലവാക്കിയത്. ഇനി പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വന്നാൽ സ്കൂളുകളുടെ നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഏകദേശം 65 പദ്ധതികൾ, അതിൽ 500 കോടി രൂപയിലധികം പണമാണ് ചെലവഴിച്ചത്. ഇനി ഊർജ്ജ പദ്ധതികളിലേക്ക് വന്നാൽ സംസ്ഥാനത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി 10 പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അതിനുവേണ്ടി 319 കോടി രൂപയാണ് ചെലവിട്ടത്. ജലവിതരണം, സാധാരണക്കാരായ മനുഷ്യരിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികൾ 35 എണ്ണം ആവിഷ്കരിച്ചു. 204 കോടി രൂപയാണ് അതിനായി ചെലവാക്കിയത്. കായിക യുവജനക്ഷേമം, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ സ്പോർട്സ് അതുമായി ബന്ധപ്പെട്ട താല്പര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, സ്റ്റേഡിയങ്ങൾ നവീകരിക്കാൻ വേണ്ടി, സ്കൂളുകളിൽ കായിക താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഇതിനുവേണ്ടി 19 പദ്ധതികൾ ആവിഷ്കരിച്ചു. 50 കോടി രൂപയാണ് ഇതിനായി ചെലവിട്ടത്. വനം വകുപ്പ് 4 പദ്ധതികൾ ഈ പണം ഉപയോഗിച്ച് ആവിഷ്കരിച്ചു. അതിനായി ഏകദേശം 47 കോടി രൂപയാണ് ചെലവിട്ടത്. അതുമാത്രമല്ല, IT സെക്ടറിലേക്ക് വന്നാലും ഏകദേശം 35 കോടി രൂപ ചെലവിട്ടിട്ടുണ്ട്. 2 പദ്ധതികളാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ പൊതുവിദ്യാഭ്യാസം കണ്ടു. അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വന്നാൽ 14 പദ്ധതികൾ, 24.13 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവിട്ടത്. ഇനി പട്ടിക വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി 4 പദ്ധതികൾ വിഭാവനം ചെയ്തു. അതിനായി 23 കോടി രൂപ, 69 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 12 പദ്ധതികളാണ് മസാല ബോണ്ട് വഴി ലഭിച്ച പണം ഉപയോഗിച്ച് നടപ്പാക്കിയത്. അതിനുവേണ്ടി 22 കോടി രൂപ, 51 ലക്ഷമാണ് ചെലവാക്കിയത്. ഇനി ഗതാഗതത്തിലേക്ക് വന്നാൽ 2 പദ്ധതികൾ, അതിനുവേണ്ടി 20 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, രജിസ്ട്രേഷൻ ഓഫീസുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, കൃഷി വകുപ്പ്, അങ്ങനെ നിരവധി പദ്ധതികൾ, വ്യവസായ പദ്ധതികൾ, മത്സ്യബന്ധനം, തുറമുഖ നിർമ്മാണം, ടൂറിസം പദ്ധതികൾ, അങ്ങനെ നിരവധി പദ്ധതികൾ ഈ മസാല ബോണ്ട് വഴി ലഭിച്ച പണവുമായി ബന്ധപ്പെട്ട് ചെലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ED നോട്ടീസിനോട് കൂടി എന്തായാലും ഈ പദ്ധതികൾ, ഈ വികസനം, അത് ഫോട്ടോ സഹിതം എന്തൊക്കെ മാറ്റം വന്നു, പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സജീവമായി.